ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ആ പ്രതിസന്ധികളിൽ മെയിൻ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ ഇതിൽ അഭിനയിക്കുന്നത്. ഫൈറ്റാണെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ അതനുസരിച്ച് ചെന്നതിന് അവിടെ ചെല്ലാൻ പറഞ്ഞ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ പ്രാവശ്യത്തെ സിനിമയുടെ പ്രൊമോ ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ലെവല് അങ്ങ് മാറി. ഞാനൊരു വ്യത്യസ്തമായ കഥാപാത്രം, കുടിക്കാത്തൊരു കഥാപാത്രം ചെയ്ത സിനിമ ഇതാണ്. മറ്റെനിക്ക് കിട്ടിയ എല്ലാ സിനിമയും ഞാൻ കുടിയനാണ്. പക്ഷേ ഇതിൽ എനിക്ക് നല്ലൊരു വേഷം, ഞാൻ ഒരു തുണി മദ്യം കഴിക്കുന്നില്ല, കഞ്ചാവ് മാത്രം വലിക്കുന്നുള്ളൂ ഇപ്പോൾ ക്യാരക്ടറുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജയിലർ 2 എന്ന് പറയുന്ന സിനിമയാണ്. രജനീകാന്ത് സാറിൻ്റെ ഒപ്പമുള്ള സിനിമയാണ്. അപ്പോൾ സന്തോഷം. അപ്പം സാർ അപ്പോഴും എന്നെ വിളിച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞത് നിങ്ങളെയൊക്കെ വിളിക്കുമ്പം എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടാവണ്ടേ എന്ന് പറഞ്ഞു. അപ്പം സാർ എന്നിട്ട് ഫുൾ സ്റ്റോറി എനിക്ക് പറഞ്ഞു തന്നു. അതിന് മുന്നേ ചേച്ചിയുടെ എന്നോട് പറയുന്നത് നല്ല രസമുണ്ട് ചേച്ചി സംസാരിക്കുന്നത് കേൾക്കാനായിട്ട്. ഞാനതിങ്ങനെ കേട്ട് അതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഓർമ്മകളും സന്തോഷങ്ങളും ഒക്കെയാണ്. നമസ്കാരം. വളരെ സന്തോഷം. ഒരു സിനിമ ആദ്യമായിട്ടൊരു ബീജമുടലെടുക്കുന്ന എനിക്ക് തോന്നുന്ന സ്ക്രിപ്റ്റ് റൈറ്ററുടെ കയ്യിലായിരിക്കും. അല്ലെങ്കിൽ ആദ്യം ഒരു സിനിമ എടുക്കാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തന്നെ വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്, സംവിധാനം. അതൊക്കെ കഴിഞ്ഞിട്ട് സിനിമ റിലീസ് ചെയ്യാവുന്ന ഒരു വലിയൊരു യാത്രയുണ്ട്. പലപ്പോഴും യാത്ര പകുതി വെച്ച് യാത്രയിൽ തടസ്സങ്ങൾ ഉണ്ടാവാം. അങ്ങനെ പൂർത്തീകരിക്കുന്ന യാത്രകളുണ്ട്. അങ്ങനെ പൂർത്തീകരിക്കുന്ന ഒരു യാത്ര ആ സിനിമയുടെ ഒപ്പം യാത്ര ചെയ്ത ഒരാളെന്ന് എനിക്ക് വളരെ സന്തോഷം തരുന്നൊരു നിമിഷമാണ്. എല്ലാ സിനിമകളും അവസാനിച്ച് റിലീസായിട്ടാകുമ്പോൾ അതിൽ പങ്കെടുത്ത ഒരാളെന്ന് എനിക്ക് സന്തോഷമുണ്ടാകും. അതുപോലത്തെ ഒരു നിമിഷമാണ്, സന്തോഷമാണ്. ജൂനിയേഴ്സ് സംവിധായകൻ പറഞ്ഞല്ലോ, അതിലെ നായകനുണ്ടാകുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട് അയാളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ആ പ്രതിസന്ധികളിൽ മെയിൻ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ ഇതിൽ അഭിനയിക്കുന്നത്. കുറച്ച് തമാശ ഉണ്ടെങ്കിലും ഒരുപാട് വില്ലനീസൊക്കെ ഉള്ള ഒരു കഥാപാത്രമാണ് എൻ്റെ കഥാപാത്രം. വളരെ ആസ്വദിച്ച് ചെയ്തൊരു സിനിമയാണ്. എന്തായാലും ചെറിയ സിനിമകൾക്കാണെങ്കിലും ഇപ്പോൾ സിനിമയുടെ ഒരു വലിയൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇന്ന കാലത്ത് സിനിമ സ്റ്റാറുകളോ അല്ലെങ്കിൽ അഭിനേതാക്കളോ ഉപരിയായിട്ട് അതിൻ്റെ ഒരു കണ്ടന്റ് വൈസ് ഒരുപാട് സ്വീകാര്യത കിട്ടുന്നൊരു സമയമാണിത്. അപ്പോൾ അത്തരത്തിലെ ഒരു കണ്ടന്റുള്ള ഒരു സിനിമയാണ്. ഒന്ന് ആദ്യത്തെ ഒരു പുഷപ്പിന് എന്തായാലും മാധ്യമങ്ങളുടെയൊക്കെ സഹായം വളരെയധികം സഹായിക്കും. അത്തരത്തിൽ ഒരു സഹകരണമാണ് നിർമ്മാതാക്കളും നമ്മൾ പങ്കെടുത്തവരൊക്കെ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ചെയ്യുക. സിനിമയ്ക്ക് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. ഇതുപോലെ അടുത്തൊരു മീറ്റിങ്ങിൽ ഈ സിനിമയുടെ ഒരു വിജയം ആഘോഷിക്കാൻ നമുക്ക് ഒന്നിച്ചുകൂടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. എൻ്റെ മാത്രമല്ല, ഞാനൊരു 100-something ക്രൂവിൻ്റെ ഒരു 30-35 ഡേയ്സ് ഞാൻ എല്ലാവരും ഒരുമിച്ചൊരു കുടുംബം പോലെ എൻജോയ് ചെയ്തുണ്ടാക്കിയ ഒരു മൂവിയാണ് ജൂനിയേഴ്സ് ജേർണി. ഇതെൻ്റെ ആദ്യത്തെ മൂവിയാണ്. കുടുംബ സദസ്സുകൾക്ക് ഏറ്റവും പ്രിയങ്കരിയാണ്. മീനാക്ഷിയെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം ഒരുപാട് പടങ്ങളിൽ ഇങ്ങനെ അല്ലേ നായിക സ്വപ്നം എത്രത്തോളം ഈ സിനിമയിൽ ക്യാരക്ടർ ബേസ് ആയിട്ടുള്ളൂ, എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? അയ്യോ, അങ്ങനൊരു നായിക സ്വപ്നമൊന്നും അല്ല ഈ സിനിമയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. നല്ലൊരു കഥയുള്ളൊരു സിനിമയാണ്. ഇതിൽ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. ഒരുപാട് ജൂനിയേഴ്സ് ജേർണി എന്നുള്ള പേര് പോലെ തന്നെ ഒരുപാട് ആ ഒരു ഏജിലുള്ള ഈ ഒരു പിയർ ഗ്രൂപ്പിലുള്ള ഒരാൾക്കാരെയാണ്, ഒരു കൂട്ടം ആൾക്കാരെയാണ് നമ്മൾ മേജർ ടൈമും സിനിമയിൽ കാണാൻ പോകുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരുപാട് പ്രാധാന്യമുള്ള പല ക്യാരക്ടേഴ്സും നമ്മളൊക്കെ ലെജൻഡറി ആയിട്ട് കാണുന്ന സാറിനെ പോലെയൊക്കെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിൽ വേറെയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരെയും പോലെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഈ സിനിമയുടെ കാര്യത്തിൽ പ്രേക്ഷകരുടെ കൂടെയാണ്. കാരണം നമ്മൾ ചെയ്യാന്നുള്ളതായിരുന്നു നമ്മുടെ ജോലി. അപ്പം അത് അഭിനയിച്ച് കഴിഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊന്നും അതിൻ്റെ എക്സ്പീരിയൻസ് പറയാൻ വലിയ ഓർമ്മയില്ലത്. കുറച്ച് നാളായി നമ്മൾ ഷൂട്ട് ചെയ്തിട്ട്. ഷൂട്ടിംഗ് സമയമൊക്കെ വളരെ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഇത് റിലീസിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇനി പ്രേക്ഷകരാണ് ഇത് കാണുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക, ഇങ്ങനൊരു സിനിമ ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് പ്രേക്ഷകരെ അറിയിക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നതിലും അതിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും വെയിറ്റിംഗ് ആണ് സിനിമ റിലീസ് ആവാനായിട്ട്. നമ്മുടെ ജൂനിയേഴ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എന്നെ
സുനിലേട്ടൻ ഏതോ കോമഡി ഷോ കണ്ടിട്ടാന്ന് തോന്നുന്നു അങ്ങനെ എന്നെ ഇതിലേക്ക് വിളിച്ചത്. അഭിനയിക്കാൻ വന്നപ്പോഴാണെങ്കിലും ആൻസർ മാഷ് ഭയങ്കരമായിട്ട് നമ്മളെ കംഫർട്ടബിൾ ആക്കും. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അഭിനയിക്കുമ്പോൾ ഞാൻ ചെന്ന് ചോദിക്കും ഒന്നും കൂടെ ചെയ്യട്ടെ, നമുക്ക് നല്ല കറക്റ്റായിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്തത് എങ്ങനെ ശരിയാണോ അല്ലെങ്കിൽ ഇനി എത്രത്തോളം വേണം എന്നൊക്കെ ഉള്ളത് ആൻസർ മാഷ് നല്ല കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പം ഈ ഒരു സിനിമയിൽ ആരൊക്കെ ഇപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റും നമ്മുടെ ആൻസർ മാഷിനാണ്. പിന്നെ അതുപോലെ തന്നെ സുനിലേട്ടൻ ശരിക്കും പറഞ്ഞ ഒരു പ്രൊഡ്യൂസറിന് അങ്ങനെയുള്ള ഒരു ജാടയില്ലാതെ നമ്മളെപ്പോലത്തെ ഒരാളായിട്ട് നിന്ന് അങ്ങനെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ സിനിമ ചെയ്യാനായിട്ട് നമുക്ക് ഒട്ടും ഒരു സ്ട്രെയിൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ആ സെറ്റിൽ ചെല്ലുമ്പോൾ ഞാൻ ഇവിടെ ഒരു ചാനലിൽ ഒരു കോമഡി ഷോയ്ക്ക് ഒരുപാട് പരിചയമുള്ള ആളുകളുടെ ഇടയിലേക്ക് ചെല്ലുന്ന പോലെ തന്നെയായിരുന്നു ആദ്യത്തെ ദിവസം. കാരണം അത്രയ്ക്കും നമുക്ക് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു കുറച്ച് ദിവസങ്ങളായിരുന്നു. അപ്പം എന്തായാലും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സുനിലേട്ടൻ, വിജയരാഘവൻ, ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ ഞങ്ങൾക്കും വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നത്. എല്ലാവരെയും പോലെ ഞാനും വെയിറ്റിംഗാണ് സിനിമ കാണാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഇങ്ങനെ ഇത്ര പേരാണ് നമ്മുടെ നമ്മുടെ മാധ്യമങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളാണ് ശരിക്കും ഒരു സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേക്ക് ഇപ്പം റിവ്യൂ കണ്ടിട്ടാണ് ആളുകൾ പോകുന്നത്. അപ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് സ്വാധീനം കൊടുക്കുന്നുണ്ട് നിങ്ങളപ്പം. നല്ല സിനിമയാവട്ടെ, ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ശ്രദ്ധിക്കപ്പെടട്ടെ, ഇനി ഞങ്ങൾക്ക് നല്ല അവസരങ്ങൾ വരട്ടെ, സുനിലേട്ടൻ ഇതുപോലെ ഒരുപാട് സിനിമകൾ എടുക്കാൻ പറ്റട്ടെ. അപ്പം എല്ലാവിധ ആശംസകളും. താങ്ക് യു. നമസ്കാരം. ഇതിനകത്ത് ഞാൻ കാർത്തി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. മലയാളിയല്ല, തമിഴനാണ്. പകുതി മലയാളം തമിഴ് മിക്സ് ചെയ്തിട്ട് പറയുന്നതാണ്. പിന്നെ ഇതിലേക്ക് വരുന്നത് സുനിലേട്ടൻ വിളിച്ചിട്ട് ആണ് ഇതിൽ അഭിനയിക്കാൻ വരുന്നത്. എല്ലാവരും പറഞ്ഞ പോലെ ഒരു ഫാമിലി തന്നെ ഈ സിനിമയിൽ ഞാൻ 14 ദിവസം 15 ദിവസം ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വളരെ എൻജോയ് ചെയ്ത്, പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പോൾ അടുത്ത ഏറ്റവും കൂടുതൽ മാസ സീൻസ് ഉള്ളത്, ഹീറോയിനേക്കാളും മാസ സീൻസ് എനിക്കാണ്. അത്രയ്ക്കുള്ള ഒരു ബിൽഡപ്പുള്ളൊരു ക്യാരക്ടറാണ് കാർത്തി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ടീം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ സിനിമ നന്നായി വരും. ഒരു ത്രില്ലർ ജോണറിലുള്ള ഒരു സിനിമയാണ്. ചെറിയ സസ്പെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ സിനിമ നമ്മൾ ഓഡിയൻസ് കാണുക, നല്ല അഭിപ്രായം പറയുക. പിന്നെ ഇവിടെ വന്ന എല്ലാ മീഡിയ ടീംസിനും ഒരുപാട് നന്ദി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ജൂനിയേഴ്സ് ജേണി എന്നാണ് പേരെങ്കിലും ഞങ്ങൾ കുറച്ച് സീനിയേഴ്സും ഇതിൽ അഭിനയിച്ചു. എൻ്റെയും അഭിനയത്തിൻ്റെ രീതിയിൽ പറഞ്ഞാൽ ആദ്യ സിനിമയാണ്. ആൻസർ മാഷിൻ്റെ ഡയറക്ഷനിലാണ് ഞാൻ ആദ്യമായിട്ടൊരു ഫിലിം ക്യാമറ അഭിമുഖീകരിക്കുന്നത്. എന്തായാലും ഭാഗ്യത്തിന് 3-4 സിനിമയൊക്കെ ആയി. ഒരു സാഹിത്യാരി എന്നൊരു ലേബലും ഉണ്ടായിരുന്നു. പിന്നെ ആൻസർ മാഷിൻ്റെ ശിഷ്യത്വവും സ്വീകരിക്കണമായിരുന്നു. കാരണം എൻ്റെ ഒരു തിരക്കഥ എഴുതണമെന്നൊരു ആഗ്രഹമായിട്ട് നമ്മൾ പുലിമടയിലോട്ടാണ് വന്ന് കയറിയത്. അപ്പോഴാണ് ഇത് എത്ര പഠിച്ചാലും തീരാത്ത ഒരു വലിയ അധ്യായം തന്നെയാണ് എന്ന് അതിൽ നിന്ന് എന്തൊക്കെയോ മനസ്സിലാക്കി ഞാൻ തിരക്കഥ പൂർത്തിയാക്കി. പിന്നെ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ഫാമിലി പോലെ ആയിരുന്നു ഈ സിനിമയും അതിൻ്റെ പരിസരവും ഒക്കെ. എനിക്ക് ശൈശവത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു കുട്ടി എന്ന രീതിയിലായിരുന്നു എൻ്റെ അനുഭവം. പറഞ്ഞു കേട്ട അനുഭവങ്ങളല്ല നമുക്ക് സിനിമയിൽ നിന്ന് ലഭിച്ചത്. കാരണം യാതൊരുവിധ മോശം അനുഭവങ്ങളോ ആരിൽ നിന്നും ഒരു സങ്കടമോ ഒന്നും ഉണ്ടാവാത്ത വിധത്തിൽ ഒരു കുടുംബം പോലെ കുറച്ച് ദിവസം, ഞാൻ വളരെ കുറച്ച് ഇതിലേ ഉള്ളൂ, നായകൻ്റെ അമ്മയായിട്ടാണ് ഞാൻ ഇതിൽ ചെയ്തത്. എന്തായാലും അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. തുടക്കം നന്നായാൽ എന്നും എപ്പോഴും നന്നാവുമെന്നാണ്. എന്തായാലും മധുരിക്കുന്ന എന്നും ആദ്യത്തെ ഓർമ്മകളാണ്. അതാണ് എൻ്റെയും ജൂനിയേഴ്സ് ജേണിയുടെ ഓർമ്മകൾ. എന്തായാലും ഇവരോടൊപ്പം ഞാനും ഒരു ഭാഗമായതിൽ ഏറെ സന്തോഷിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളെയൊക്കെ ഇവിടെ കാണാനും നിങ്ങളോടൊപ്പം ഇവിടെ ചെലവിടാനും പറ്റിയ നിമിഷങ്ങളിലും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. സന്തോഷം എല്ലാവരോടും. അപ്പോൾ ജൂനിയേഴ്സ് ജേണി എന്ന സിനിമ
ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളൊരു സിനിമ ചെയ്തു. ഏട്ടൻ എന്ന കുട്ടികളുടെ സിനിമ, വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചിത്രമാണ്. അപ്പോൾ ആ സിനിമ കഴിഞ്ഞപ്പോൾ ജൂനിയേഴ്സ് ടീമിയുടെ സ്റ്റോറിയുമായിട്ട് ശ്രീ ആൻസൺ ആന്റണി, എൻ്റെ നാട്ടുകാരനാണ്, നമുക്കെല്ലാവർക്കും പരിചിതനായിട്ടുള്ള മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച എഴുത്തുകാരനും തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ ലോഹിതദാസ് സാറിൻ്റെ അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിച്ച ശ്രീ ആൻസൺ ആന്റണിയുടെ ആദ്യത്തെ ചിത്രമാണ്. അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി സിനിമയ്ക്കുണ്ടാവും. അദ്ദേഹം ഈ സിനിമയുടെ കഥ പറയുമ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലല്ലാതെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്നുള്ള നിലയിൽ ആ കഥ ഞാൻ കേട്ടു. അതിനുശേഷം പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ബഡ്ജറ്റ് വൈസ് നമ്മൾ ശ്രദ്ധിച്ചു. അതിനുശേഷമാണ് ആ സിനിമ തുടങ്ങുന്നത്. തുടക്കത്തിൽ തന്നെ നമ്മളെ സരോജ ചേച്ചിയും ജോണി ചേട്ടനെയും സമീപിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ചിലൊരു വലിയ സന്ദേശം കൊടുക്കലാണോ സിനിമയുടെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ എല്ലാ സിനിമയ്ക്കും ഒരു സന്ദേശം ഉണ്ടാവും. ആ സിനിമ വളരെ ആസ്വാദികരമായി നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയ്ക്ക് വരുമ്പോഴും ഒരിക്കലും എന്താ പറയുക, എല്ലാവരുടെയും മുമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വലിയ മെസ്സേജ് കൂടി സിനിമയിലുണ്ട്. തന്നെയല്ല, സ്റ്റോറിയിൽ വലിയ ട്വിസ്റ്റുകളുണ്ട്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു മികച്ച തിരക്കഥ തന്നെയായിരിക്കും ഈ സിനിമ. നമുക്കെല്ലാവർക്കും കാണാനായിട്ട് ഈ അടുത്ത ദിവസങ്ങളുടെ ഡേറ്റ് ഒന്ന് കൺഫേം ചെയ്യണം. എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. സെൻസറിൻ്റെ കൂടി കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. സെൻസറിൻ്റെ കൂടി ഒരു പേപ്പർ വരാനുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ സിനിമ നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തും. അപ്പോൾ എൻ്റെ കഥയിലേക്കൊന്നും ഞാൻ അങ്ങനെ പോകുന്നില്ല. പക്ഷെ വളരെ ശ്രദ്ധിച്ചാണ് ഈ സിനിമ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒട്ടേറെ തലങ്ങളിൽ, ഇത് പ്രൊഡക്ഷനിലാണെങ്കിലും പ്രീ പ്രൊഡക്ഷനിലാണെങ്കിലും അതുപോലെ പോസ്റ്റ് പ്രൊഡക്ഷനിലാണെങ്കിലും ഒക്കെ ശ്രദ്ധിച്ചെടുത്തിട്ടുള്ള സിനിമയാണ്. അതിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെ എഡിറ്റർ വളരെ മികച്ച എഡിറ്ററായിട്ടുള്ള ശ്രീ ജോൺ കുട്ടിയാണ് നമ്മുടെ ഈ സിനിമയുടെ ചില പുലിമുരുകൻ്റെയും മാസ്റ്റർ പീസിൻ്റെയും മായാവതിനിയുടെയും ജയഹയുടെയും ഒക്കെ എഡിറ്ററായിട്ടുള്ള ജോൺ കുട്ടിയാണ് സിനിമയുടെ എഡിറ്റർ. ജയരാജ് സാറിൻ്റെ പ്രിയപ്പെട്ട ക്യാമറമാനായിട്ടുള്ള ഷിനോക് ടി ചാക്കോയാണ് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോൾ ഷജിത് തിക്കോടി അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. ഈ സിനിമയുടെ PRO നമുക്കെല്ലാവർക്കും മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഐമനം സാജൻ എന്ന അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് അറിയാം. അദ്ദേഹത്തോടുള്ള നന്ദിയും കൂടി അവസരത്തിൽ സൂചിപ്പിക്കുന്നു. ജൂനിയേഴ്സ് ചേനി തിയേറ്ററിലേക്ക് എത്തിയാണ്. ഈ സിനിമയുടെ നിർമ്മാതാവ് സുനിൽ അരവിന്ദ്, അതുപോലെ തന്നെ ഇതിൻ്റെ കോ പ്രൊഡ്യൂസറായിട്ടുള്ള സലോണി ജോണി, അതുപോലെ ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് ആൻസൺ ആന്റണി, ഇവരെല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ട ആളുകളാണ്. എൻ്റെ ആദ്യ സിനിമയുടെ നിർമ്മാതാവാണ് സുനിൽ അരവിന്ദ്. അതിനുശേഷം 7 സിനിമകൾ, ഇപ്പോൾ ലാസ്റ്റ് തമിഴ് ആദ്യ മൂവി ശേഷം രഘുരാമ സിനിമയിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്നെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്ന പല കാര്യങ്ങളിലും പല പ്രതിസന്ധികളിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാവരും. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചു. എന്തായാലും അതിനോടുള്ള സ്നേഹം ഞാൻ ഈ ജൂനിയേഴ്സിൻ്റെ മുഴുവൻ ടീമിനെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഈ സിനിമ നല്ല ഭംഗിയുള്ളൊരു സിനിമയാണ്. ഈ സിനിമ മാധ്യമങ്ങളായിട്ടുള്ള നിങ്ങളുടെ കയ്യിലാണുള്ളത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അർഷ മോഹൻ. സൈനു ചാവക്കാടൻ സാർ ഡയറക്റ്റ് ചെയ്ത ആക്ഷൻ ത്രില്ലർ മൂവി രഘുരാമിലെ നായികയായി ചെയ്തു. അതിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് സുനിൽ സർ. അവിടെ നിന്നാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഈ ഒരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ സാറിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതിനോടൊപ്പം തന്നെ ആൻസൺ ആന്റണി സർ ഡയറക്ഷൻ ചെയ്ത് സുനിൽ സർ പ്രൊഡ്യൂസ് ചെയ്ത് കോ പ്രൊഡ്യൂസേഴ്സ് സലോമി ജോണി. ജൂനിയേഴ്സ് ജേണി എന്ന് പറഞ്ഞ ഈ ഒരു മൂവിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഈ ഒരു മൂവി ഒരു വിജയമാകട്ടെ. താങ്ക് യു. സാറിൻ്റെ ഒരു സാറിൻ്റെ ഒരു ശൈലി ഏതായാലും എനിക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ സാഹിത്യാരിക മാഡം തന്നെ ഈ സ്ക്രിപ്റ്റ് വായിച്ചത് പറഞ്ഞു, ഇത് ഒരു വളരെ മാനസിക പിരിമുറുക്കമുള്ള സ്ക്രിപ്റ്റാണ്, വളരെ അടുക്കച്ചിട്ടിയുള്ള സ്ക്രിപ്റ്റാണെന്ന് പുള്ളിക്കാരത്തി പറഞ്ഞു.
ഇതെങ്ങനെ എഴുതാൻ പറ്റിയെന്നാണ് നിങ്ങൾ ആർക്കും ചോദിച്ചത്. പക്ഷേ അങ്ങനെയല്ല, അങ്ങനെ എഴുതി പോവുകയാണ്, അല്ലാതെ നമ്മൾ എഴുതി ഇന്നതല്ല, ദൈവം തരുന്ന ഗിഫ്റ്റാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ സ്വപ്നങ്ങളുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അവനെ കണ്ടെത്താനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. എനിക്ക് മലയാളത്തിൽ നമുക്ക് അന്ന് ഇന്ന് വരെ ഇപ്പോൾ ഉള്ള ആരും വേണ്ടാന്നൊരു നിർബന്ധം ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞായിരുന്നു. ഇപ്പം നമുക്കുള്ളവരാരും നമുക്ക് സിനിമയിൽ വേണ്ട. കാരണം അത് വന്നു കഴിഞ്ഞാൽ ഒരു മുൻവിധിയോടെ എനിക്ക് സിനിമ കാണുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ വേണ്ട, നമുക്കൊരു പുതിയൊരു ആളെ വേണം. അങ്ങനെയാണ് ആ അന്വേഷണത്തിൽ ഭാഗമായിട്ടാണ് ശരത്തിനെ ഞങ്ങൾ കണ്ടത്. ശരത്ത് അന്ന് ഞാൻ കണ്ടപ്പോൾ നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ, വളരെ സൗമ്യനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് സിനിമ അഭിനയിക്കാൻ നടക്കാൻ ആഗ്രഹമില്ലാത്തത് തന്നെ എല്ലാവരും പോലെ എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുശേഷം ഞങ്ങൾ വന്ന് അദ്ദേഹത്തിനെ സംസാരിച്ചതിന് ശേഷം ഏതാണ്ട് 3 മാസത്തോളം ഞങ്ങൾ നന്നായിട്ട് ട്രെയിൻ ചെയ്യിച്ചു എന്നുള്ളത് സാധാരണഗതിയിൽ ഞങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ് അത്ര ശക്തമായിരുന്നു, അത്ര കഠിനമായിരുന്നു. മിക്കവാറും ഞാൻ സുനിലിനോട് പറഞ്ഞ് മിക്കവാറും 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ വിട്ടിട്ട് പോകും. പക്ഷേ ഈ 3 മാസവും കൃത്യമായിട്ട് വരികയും ഒരു ദിവസം പോലും മുടങ്ങാതെ, ഇല്ലെങ്കിൽ തന്നെ തിരിച്ചു വരും, എന്താണ് ഞാൻ എപ്പോഴാണ് വരണ്ടേന്ന് ചോദിച്ചിട്ട് വരികയും ചെയ്യുന്നു. അത്രയും ഇൻട്രസ്റ്റോടുകൂടി മലയാള സിനിമയ്ക്ക് ഇദ്ദേഹം ഒരു വാഗ്ദാനമാണ്, അതിന് ഉറപ്പ് പറയും. എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയാണ്, നമുക്ക് ഈ ഇദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാവും. കാരണം അത്ര തന്മയത്വത്തോടെ, അത്രയും നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കൊടുത്താൽ അതുപോലെ തന്നെ എനിക്കത് തിരിച്ചു തന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ സിനിമ കാണാൻ മനസ്സിലാവും. ഒരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ പുതിയൊരു നവാഗതനായ ഒരു ചെറുപ്പക്കാരൻ അഭിനയിച്ചതല്ല ഈ സിനിമ. നിങ്ങൾ സിനിമ കണ്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് നമുക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങും. അവസാനം നമുക്ക് കണ്ണീരോടെ ആയിരിക്കും ഇദ്ദേഹത്തിന്റെ ഓരോ നിമിഷങ്ങളും നമുക്ക് മനസ്സിൽ നിൽക്കുന്നത്. തിരിച്ച് സിനിമ കഴിഞ്ഞ് പോകുമ്പോഴും ഈ കണ്ണീരും ഈ സങ്കടവും നമ്മുടെ ഉള്ളിലുണ്ടാവും. സംവിധാനം നടന്നതുകൊണ്ട് മാത്രം അതിൻ്റെ ഡയറക്ടർ ശ്രീ സൈനു ചാവക്കാടൻ, പിന്നെ സുനിൽ സാറ് തുടങ്ങിയ 2 പേരും കൂടി ചേർന്നാണ് എനിക്ക് അതിനകത്തൊരു വേഷം തന്നത്. ആ വേഷം പോയി ചിലർക്ക് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ചെറിയ വേഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ വെച്ചെന്തെങ്കിലും ക്യാരക്ടർ റോളിലായിരുന്നു. ഫൈറ്റാണെന്ന് സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ല. ഫൈറ്റാണെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ അതനുസരിച്ച് ചെന്നേനെ. അവിടെ ചെല്ലാൻ പറഞ്ഞ് ചെയ്തു, ഓക്കെ. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ സിനിമയുടെ പ്രൊമോ ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ലെവല് അങ്ങ് മാറി. ലോക മലയാളീസിൻ്റെ ഏതാണ്ട് 95% ജനങ്ങളിലേക്ക് ഞാൻ എത്തിച്ചേർക്കപ്പെട്ടു. അതുമാത്രമല്ല, പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞു മക്കൾ, സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന മക്കളുടെ ഹൃദയത്തിൽ ഞാൻ ചേർന്നു. അവരെല്ലാം കൂടി ചേർന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ എന്നെ കണ്ട് അവരിങ്ങനെ എന്നെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. തിരുവനന്തപുരത്തൊരു ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചതിൻ്റെ ഡബിങ്ങിന് ചെന്നപ്പം കുഞ്ഞു മക്കൾ, ഒരു 10ാം ക്ലാസ്സിനകത്ത് വരുന്ന കുഞ്ഞു മക്കൾ കുറേ പേര് വരുന്ന അതിലൊരു പയ്യൻ നമ്മുടെ മുരളിച്ചാട്ടൻ എന്ന് പറഞ്ഞ് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ ജനങ്ങളിലേക്കെല്ലാം എത്തിച്ചത് ഇവിടുത്തെ സോഷ്യൽ മീഡിയക്കാരാണ്. എന്നെ ഈ സ്റ്റേജിൽ എത്തിക്കുന്നത് ഇത്രയും വർഷം ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നതിൻ്റെ പേരിലും സോഷ്യൽ മീഡിയയാണ്, ഇവിടുത്തെ മെമിക്രി കലാകാരന്മാരൊക്കെയാണ്. അപ്പം ഇന്ന് എൻ്റെ ഭാഗമെന്ന് പറയുന്നത് ജൂനിയേഴ്സ് ജേണി എന്ന സിനിമയിൽ പ്രൊമോ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആ സിനിമയുടെ സംവിധായകനായ ശ്രീ സുനിൽ സാർ ക്ഷണിക്കുകയുണ്ടായി. നിർമ്മാതാവായ സുനിൽ സാർ എന്നെ ക്ഷണിച്ചു. അതിൻ്റെ കോ പ്രൊഡ്യൂസേഴ്സ് ശ്രീമതി സലോമി മാഡം, പിന്നെ ശ്രീ ജോയ് സാറ്, എല്ലാം കൂടി ചേർന്നാണ് എന്നെ ക്ഷണിച്ചത്. അപ്പം ഇതിൻ്റെ ഒരു കഥയുടെ കുറച്ച് ഭാഗങ്ങൾ എന്നോടൊന്ന് പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ, അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, അതിജീവനത്തിൻ്റെ ഒരു പ്രയാണത്തിൻ്റെ കഥ. അപ്പം ഞാൻ ആലോചിച്ച് എൻ്റെ ജീവിതവും അത് തന്നെയാണ്. ഞാനും അതിജീവനത്തിൻ്റെ പ്രയാണത്തിലാണ്. ഒരു നിസ്സാരമായ ഒരു കാര്യം, എൻ്റെ അച്ഛൻ്റെ പേര്, എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒന്ന് ചേർക്കണം, സ്വത്ത് വേണ്ട, ഒന്നും വേണ്ട. അപ്പം ഞാൻ അത് കേട്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി. അതിനേക്കാൾ മറ്റൊരു പ്രത്യേകത, ഈ സിനിമയിലെ നായകൻ്റെ പേര് എൻ്റെ അച്ഛൻ്റെ പേരോടുള്ള ജയൻ എന്നാണ്. അതുകൊണ്ട് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ ആ ക്ഷണം സ്വീകരിച്ചാണ് ഞാൻ ഈ ജൂനിയേഴ്സ് ജേണി എന്ന സിനിമയിലേക്ക് പോകുന്നത്. വളരെയധികം സന്തോഷം. മറ്റൊരു ചെറിയൊരു വിഷമം എന്ന് പറയുകയാണ്, വേറൊന്നുമില്ല. ഇതിൻ്റെ സീനും കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്കും കൂടി ഇതിനകത്ത്
കൂടി മുമ്പേ നമ്മുടെ സൈനു ചാമക്കടം അദ്ദേഹവും സുനിൽ സാറൊക്കെ നേരത്തെ ഒന്ന് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എനിക്കും കൂടി എന്തെങ്കിലുമൊക്കെ ആകുമായിരുന്നു. വളരെ മനോഹരമായ ഒരു സിനിമ തന്നെയാണ്. കഥയുടെ അവിടെ ഇവിടെയൊക്കെ ഞാൻ കേട്ടോളൂ. ഈ ജൂനിയസ് ജേണി എന്ന് പറഞ്ഞ സിനിമ സൂപ്പറായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനേക്കാൾ മറ്റൊരു കാര്യം പറയുന്നത് അതിൻ്റെ നായകൻ, സുന്ദരനായ ഒരു നായകൻ നമുക്ക് മലയാള സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നു. കുഞ്ചാക്ക ബോബനൊക്കെ ഒത്തിരി നായകന്മാരെ കണ്ടു. ഇദ്ദേഹവും മലയാള സിനിമയിൽ ഒരു വൻ താരമായി മാറട്ടെ ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചോളൂ. മറ്റുള്ളവരെ പറയേണ്ട ആവശ്യമില്ല, എല്ലാം ബമ്പൻ താരമാണ്. മീനാക്ഷി മോളെ ഞാൻ പണ്ട് ഏഷ്യാനെറ്റ് വെച്ച് കണ്ടതാണ്. പിന്നെ ഇപ്പോഴാണ്, അന്ന് മോള് കുറച്ചിരി ഉള്ളൂ. അപ്പം വലിയ താരവും ഭയങ്കര പദവിയൊക്കെ അലങ്കരിക്കുന്ന വ്യക്തിയാണ്. ഇരിക്കുന്ന എല്ലാ വ്യക്തികളെയും എനിക്ക് നല്ലോണം ഈ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് ക്ഷണം കിട്ടിയതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഒരു ചോദ്യം, അത് എണ്ണീറ്റിക്കണോ? കഴിഞ്ഞ പ്രാവശ്യം കണ്ട ആ മുരളി ജയനാണോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്? ആണോ? മാറ്റമില്ലേ? അതിന്റെ പിന്നിൽ ശക്തമായി പ്രവർത്തിച്ചത് നമ്മുടെ സുനിൽ സാറാണ്. അപ്പം എന്നെ ഇന്നലെ രാവിലെ തന്നെ എറണാകുളത്ത് വരണമെന്ന് പറഞ്ഞ് ഇന്നലെ രാവിലെ മുതലേ ഞാനിങ്ങനെയുള്ള പരിപാടിക്കൊന്നും അങ്ങനെ പോയിട്ടില്ലല്ലോ. അപ്പൊ ഇതിന്റെ ആ ഒരു ഇതിലേക്ക് ഇഴുകി ചേരാൻ വേണ്ടി എന്നെ കൊണ്ട് എറണാകുളം മൊത്തം ഇന്നലെ ചുറ്റിപ്പിച്ചു. അങ്ങനെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നു. പിന്നെ എന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് എന്നെ ഈ ഒരു എൻ്റെ അച്ഛൻ്റെ ഈ ഒരു രൂപത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ച നമ്മുടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. എല്ലാവരും ചേർന്ന് തന്നെ എന്നെ ഈ ഒരു രൂപത്തിലേക്ക് എത്തിച്ചത്. അപ്പം എല്ലാവർക്കും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. നമസ്കാരം. തിരക്കൊന്നുമില്ല, നല്ല ബ്ലോക്കായിരുന്നു, അതുകൊണ്ട് ഒരു തിരക്കുമില്ല. ഇപ്പം എന്തായാലും ഒരുപാട് സന്തോഷം തോന്നുകയാണ്. ഒരു സിനിമയുടെ, വലിയൊരു സിനിമയുടെ ഇത്രയും ക്യാമറയ്ക്ക് ജീവിതത്തിൽ ആദ്യത്തെ കാണുമ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമയിൽ ഒരു നല്ല വേഷമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് സിനിമ തുടക്കം മുതൽ അവസാനം വരെ കിട്ടുന്നത് ഈ സിനിമയാണ്. അതിൽ ഇതിൻ്റെ നിർമ്മാതാക്കളോടും ഡയറക്ടറോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഒപ്പം ഇതിൻ്റെ കൺട്രോൾ ഷെയ്ത്ത് സാറിനോട് 7ാമത്തെ പടമാണ്. പ്രിയപ്പെട്ട മീനാക്ഷി എന്തായാലും ഒരുപാട് പേരായിട്ട് സന്തോഷമുണ്ട്. എന്തായാലും ഈ സിനിമയിൽ നല്ല വേഷം, ആക്ഷൻ ഹീറോ ബിജുവിന് ശേഷം ഞാനൊരു വ്യത്യസ്തമായ കഥാപാത്രം, കുടിക്കാത്തൊരു കഥാപാത്രം ചെയ്ത സിനിമ ഇതാണ്. മറ്റെനിക്ക് കിട്ടിയ എല്ലാ സിനിമയും ഞാൻ കുടിയനാണ് ചെയ്തത്. എനിക്ക് നല്ലൊരു വേഷം, ഞാൻ ഒരു തുണി മദ്യം കഴിക്കുന്നില്ല, കഞ്ചാവ് മാത്രം വലിക്കുന്നുള്ളൂ ഈ പടത്തിൽ. എന്തായാലും ജീവിതത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനൊരു വേഷം തന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. എല്ലാവരും സിനിമ കാണണം എന്ന് അപേക്ഷയുണ്ട്. കാരണം ഇതൊരു ന്യൂ ജനറേഷൻ്റെ സിനിമയാണ് ഈ സിനിമ. ഇതിൻ്റെ കഥ അങ്ങനത്തെ ഒരു കഥയാണ്. കാരണം ഈ കാലഘട്ടത്തിൻ്റെ ഒരു കഥയാണ് പറഞ്ഞത്. തുടക്കം മുതൽ നമ്മൾ ഈ പടം കാണുമ്പോൾ അറിയാൻ പറ്റും എന്തിനാണ് ചെറുപ്പക്കാരെ എന്തിനാണ് അനാവശ്യമായിട്ട് കുറ്റം പറയുന്നത്, അല്ല അവരിലേക്ക് എന്തിനാണ് അനാവശ്യമായിട്ട് നമ്മൾ കടന്നു ചെല്ലുന്നത്. അവരുടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, ചില സ്വാതന്ത്ര്യം അല്ല അവരെ വിട്ടുകൂടെ എന്നൊക്കെ ചോദിക്കുന്നത് നല്ലൊരു സിനിമയാണ്. ഇതിലും എനിക്ക് വേഷം നല്ലവരായ ഇതിൻ്റെ പ്രൊഡ്യൂസർക്കും ഇതിൻ്റെ ഡയറക്ടർക്കും മറ്റുള്ള എല്ലാ ക്രൂവിനും നന്ദി അറിയിക്കുന്നു. നന്ദി. ആ മൊമെന്റിലേക്കാണ് താങ്കൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ജേർണി അല്ലെങ്കിൽ അതിന് വേണ്ടി എടുത്ത സ്ട്രഗിൾസ് ഞാനൊരു 15 വർഷമായിട്ട് സിനിമ പറയാം. അപ്പോൾ സിനിമ അടിസ്ഥാനപരമായിട്ട് സിനിമ ഒരു തിരക്കഥയാണ്, ഒരു കഥയും തിരക്കഥയാണ് സിനിമ എന്ന് തന്നെയാണ് അന്നും ഇന്നും എൻ്റെ വിശ്വാസം. അപ്പൊ തിരക്ക് എത്രമാത്രം ശക്തമായിരിക്കുന്നോ അതനുസരിച്ച് നല്ലൊരു സിനിമയാവും എന്ന വിശ്വാസത്തോടെയാണ് ഞാൻ ഇതിലൂടെ മുന്നോട്ടത്. ഞാനിത് സംവിധാനം ചെയ്യാൻ ഉദ്ദേശിച്ചൊരു സിനിമയല്ല. ഈ സിനിമയുടെ കഥയുമായിട്ട് ഞാൻ സുനിൽ അരവിന്ദനെ കാണുമ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഇത് മാഷ് തന്നെ ചെയ്താൽ മതി, വേറെ ആരെയും. ഇത്രയും കൃത്യമായിട്ട് ഓരോ കഥാപാത്രത്തെ കുറിച്ചും ഈ കഥാസന്ദർഭത്തിനെ കുറിച്ചും ഇത്രയും ധാരണ ഉള്ളതുകൊണ്ട് ഇത് നിങ്ങൾ തന്നെ ചെയ്താൽ മതി എന്ന് പറയുകയും ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയും. അപ്പൊ സംവിധായകനം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു സിനിമയുടെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. ഇപ്പൊ ജോയ് സാറിന്റെ ശിഷ്യനാണ്, അല്ലാതെ ജോയ് സാറിന്റെ അസോസിയേറ്റ് അല്ല. അദ്ദേഹത്തിന് കൂടി ഒരുപാട് ദിവസങ്ങളോ മാസങ്ങളോളോ വർഷങ്ങളോളം തന്നെ പറയാം, ഒരു 6 വർഷത്തോളം പുള്ളിക്കാരെ കൂടി ഒരുമിച്ച് എനിക്ക് യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൂടി ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ തിരക്കഥകൾ എങ്ങനെ പഠിക്കാം, തിരക്കഥകളെ കുറിച്ച് ഓരോ തിരക്കഥകളെ കുറിച്ച് എങ്ങനെ അനലൈസ് ചെയ്യും, അതിനെക്കുറിച്ച് അങ്ങനെ വന്ന് എഴുതപ്പെട്ട ഒരു സിനിമയാണ്.
ഇത് എല്ലാവരുടെയും സ്വപ്നം പോലെ എൻ്റെ സ്വപ്നമാണ്. ഇതിനകത്ത് ഏറ്റവും ഞങ്ങൾ ചെയ്തിരിക്കുന്നത്, ഞങ്ങളുടെ ടീം ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, ആദ്യം തിരക്കഥ ഉണ്ടാക്കി അതിനുശേഷം ആ തിരക്കഥയിലേക്ക് പറ്റിയ ആൾക്കാരെ കൊണ്ടുവരികയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതില് ഇപ്പോ രമ എന്ന് പറയുന്ന കഥാപാത്രം, ഒരു അത്യാവശ്യം സുന്ദരിയായിരിക്കണം, ഒരു 35-40 വയസ്സിനോളം 35-40 വയസ്സിനോടൊക്കെയുള്ള ഒരു കഥാപാത്രമായിരിക്കണം, ആളായിരിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കണ്ടെത്തിയാണ് സൗമ്യ. അന്ന് സൗമ്യനെ ഇത് പറയുമ്പോൾ സൗമ്യനെ വിളിച്ചിട്ട് സംസാരിക്കും. സൗമ്യമായിട്ട് പറഞ്ഞത് ആദ്യമായിട്ടാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത്, എനിക്കത് പേടിയാണ് എന്ന് പറഞ്ഞു. പേടിക്കേണ്ട കാര്യമില്ല, കഥാപാത്രം അത്ര ശക്തമാണ്, അത് നമ്മൾ പറയുന്നത് പോലെ ചെയ്താൽ മതി. അത് കൃത്യമായിട്ട് സൗമ്യക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല റോളാണ് ഞാൻ പറയുന്നത്. കിട്ടാവുന്നതല്ല ഇപ്പോൾ ഉള്ളത്, ഇനി കിട്ടാൻ നന്നായിട്ട് നല്ല രീതിയിൽ സൗമ്യ മലയാള സിനിമയിൽ ഉണ്ടാവും എന്നൊരു ഉറപ്പാണ്. അതുപോലെ അദ്ദേഹം കാട്ടുകണ്ടത്തിൽ ഈശി അവറ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അദ്ദേഹത്തിന്റെ കൊച്ചുമോളായിട്ടാണ് നമ്മുടെ ഇതിൻ്റെ നായിക വരുന്നത്. ഇദ്ദേഹം അവിടുത്തെ ഒരു പ്രമാണിയാണ്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു മാടമ്പി സ്റ്റൈലിലൊരാൾ. അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളും കൃത്യമായ ധാരണ അതനുസരിച്ച് ആൾക്കാരെ ഞങ്ങൾ ഓരോരുത്തരും കണ്ടെത്തിയാണ്. ഒരുപാട് ഫേവറേറ്റ് ആയിട്ടും അവിടുത്തെ നാട്ടുകാർക്ക് ഒരുപാട് ഫേവറേറ്റ് ആയിട്ട് ക്യാരക്ടറെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇപ്പൊ ക്യാരക്ടർ സെലക്ഷൻ ഒക്കെ നോക്കുമ്പോഴേക്കും കുറച്ചുകൂടെ വില്ലൻ, എനിക്ക് ഈ ക്യാരക്ടർ കുറച്ച് വില്ലനിസം ആവാം ഇതൊരു ഇതായിരുന്നു. ഞാൻ ബേസിക്കലി ഒരു വില്ലനാണ്. അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ഇത് നമുക്ക് അതിനെപ്പറ്റി ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ഇന്ന ക്യാരക്ടർ വേണമെന്നില്ല. അപ്പോൾ എപ്പോഴും ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗമായി നമ്മൾ കുറച്ച് തമാശ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നപ്പോൾ അത്തരം ചില ക്യാരക്ടേഴ്സ് ക്ലിക്കായപ്പോൾ അതേ തരത്തിൽ തന്നെ ക്യാരക്ടേഴ്സ് വന്നിട്ട് റിപ്പിറ്റേഷനാണ് മലയാള സിനിമയിൽ കുറേ കാലമായിട്ട്. അത് തുറന്നു പറയാതിരിക്കുന്നതിൻ്റെ അർത്ഥമില്ല, പക്ഷെ അത്തരം ക്യാരക്ടേഴ്സാണ് വന്നിരുന്നത്. അപ്പോൾ ഈവൻ ഞാൻ ചെയ്തൊരു നിങ്ങൾ പുറത്തൊഴി എന്ന് പറഞ്ഞ സിനിമയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ചെയ്ത ക്യാരക്ടർ എനിക്ക് പോലും സർപ്രൈസ് ആയിരുന്നു. കാരണം ഞാൻ പോലും അങ്ങനത്തെ അതിൻ്റെ ഒരു സാമ്യമുള്ളൊരു കഥാപാത്രം പോലും ചെയ്തിട്ടുമില്ല. അപ്പോൾ ഞാൻ ശരിക്കും ഡയറക്ടറോട് ചോദിച്ചു, എന്താ നിങ്ങൾ എന്നെ സെലക്ട് ചെയ്യാൻ കാരണമാണ്. അപ്പോൾ അദ്ദേഹവും എൻ്റെ അങ്ങനെ സിനിമകൾ കണ്ടിട്ടൊന്നുമില്ല. അയാൾ എന്നെ പറഞ്ഞു, നിങ്ങളുടെ മുഖമാണ് എന്നെ ആകർഷിച്ചത്. അപ്പോൾ അയാൾ ഒരു നടനെ നോക്കിയിട്ട് ഇങ്ങനെ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് ആ ഫോട്ടോ എന്നാണ് ആൾ എന്നെ വിളിക്കുന്നത്. അപ്പോൾ അതൊരു എനിക്കൊന്നുള്ളത് ഡയറക്ടറെ ബ്രില്യൻസ് ആണ്, ഒരാളെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചെടുപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസമാണ്. അപ്പോൾ അങ്ങനെയാണ് ആ ക്യാരക്ടർ വരികയും അത് എന്നോട് നിശ്ചയിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത തമിഴിൽ വേറെ സിനിമയാണ് ബ്ലഡി ബക്കർ എന്ന് പറയുന്നത്. അതിൽ ത്രൂ ആയിട്ടുള്ളൊരു വില്ലൻ ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തത് അത് മൂന്നാമത്തെ റിലീസായത് വന്നത് മദ്രാസ് മാറ്റി എന്ന് പറഞ്ഞ സിനിമ. അത് നമ്മളിവിടെയൊക്കെ ചെയ്യുന്ന പോലത്തെയൊക്കെ ഭയങ്കര ഹാസ്യത്തിന് പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. വരുന്ന സിനിമകളൊക്കെ വളരെ വ്യത്യസ്തമായ ക്യാരക്ടറുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജയിലർ 2 എന്ന് പറയുന്ന സിനിമയാണ്. രജനീകാന്ത് സാറിൻ്റെ ഒപ്പമുള്ള സിനിമയാണ്. അപ്പോൾ സന്തോഷം. ജയിലർ 2-ൽ ഞെട്ടിക്കുന്ന ഒരു കഥാപാത്രം നിങ്ങൾ പ്രതീക്ഷിക്കാല്ലേ? ജയിലർ 2 കഥാപാത്രം നല്ല കഥാപാത്രം തന്നെയാണ്. ത്രൂട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഏറ്റവും നമ്മൾ ഒരുപാട് മലയാളികളുണ്ട്. സുരാജുണ്ട്, നസീർ കോട്ടയുണ്ട്, അന്നാരാജനുണ്ട്, സുജിത് ശങ്കർ, ഒരുപാട് മലയാളി സാന്നിധ്യമുള്ള ഒരു സിനിമയാണ് ജയിലർ 2. എങ്ങനെയുണ്ടാണ് രജനി സാറിന്റെ കൂടെ? എല്ലാവരും പറയാറുണ്ട് രജനി സാറിന്റെ സെറ്റിലെ എക്സ്പീരിയൻസ്. അതെല്ലാവരും പറയുന്നത് തന്നെ പറയട്ടെ. ഡൗട്ട് നമ്മളങ്ങനത്തെ ഒരു വ്യക്തിനെ കാണാനും തന്നെ ബുദ്ധിമുട്ടാണ്. എങ്ങനത്തെ എത്രത്തോളം എളിമയുള്ള ഒരു മനുഷ്യനാവുന്നുള്ള ഒരു വലിയൊരു പാഠം തന്നെയാണ് ഇദ്ദേഹത്തിനുള്ള നിമിഷങ്ങളൊക്കെ. അതേപോലെ ചേട്ടായിട്ട് പറഞ്ഞ ഒരു കോമഡി ക്യാരക്ടേഴ്സിൽ നിന്ന് മാറിയ ഒരു വില്ലൻ കഥാപാത്രം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അത് ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അത് സ്ട്രഗിൾ ചെറിയൊരു കാര്യമല്ല. എത്രത്തോളം സ്ട്രഗിൾ ഉണ്ടായിരുന്നു? എനിക്ക് ഈ സ്ഥിരം കഥാപാത്രങ്ങളിൽ നിന്ന് മാറി ഒരു ഡിഫറെന്റ് കഥാപാത്രം കിട്ടണം അല്ലെങ്കിൽ ചോദിക്കാറുണ്ടായിരുന്നു? തീർച്ചയായിട്ടും. അല്ല, നമുക്ക് ആഗ്രഹിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ, നമുക്കെപ്പോഴും ഒരു നടൻ നിലയ്ക്ക് അടയാളപ്പെടുത്തുന്ന കഥാപാത്രങ്ങൾ ചെയ്യാന്നാണ് നമ്മുടെ കാലശേഷവും അതിനെപ്പറ്റി ആളുകളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യാനാണ് എല്ലാ നടന്മാരുടെയും ആഗ്രഹം. പക്ഷെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളൊരു കൊമേഴ്ഷ്യൽ സ്പേസിൽ നിൽക്കുമ്പോൾ എനിക്കത് പറ്റില്ല, ഞാനിനി വില്ലൻ ചെയ്യില്ല, അല്ലെങ്കിൽ ഞാനിനി കോമഡി ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറെ തരത്തിലുള്ള ഡ്രോബാക്സ് വരും. അപ്പോൾ നമ്മൾ കിട്ടുന്ന കഥാപാത്രങ്ങൾ എങ്ങനെ വ്യത്യസ്തമാക്കാം എന്നുള്ളൊരു ഇത്രയാണ് നമുക്ക് ചെയ്യുന്നത്. നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് സ്വയം പ്രിപ്പറേഷൻസ് ഒക്കെ നടത്താം. ആസ് ആൻ ആക്ടർ ഞാൻ തിയേറ്ററിൽ നിന്ന് വന്ന ഒരാളാണെങ്കിൽ ഞാൻ നാടകരംഗത്തിൽ എൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത്തരം സ്വയം
വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഓ താങ്ക് യു. ഇപ്പം ഒരുപാട് കോമഡി ഷോസിലൊക്കെ കണ്ട് ഒരുപാട് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് കമന്ററികളുടെ ഷോസ് ആയാലും ശരി, ഒരുപാട് പ്രഷർ മനസ്സുകൾ ഉപപ്രഷർക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന കഥാപാത്രം ചെയ്ത് പ്രഷർ മനസ്സുകളുള്ളതാണ്. പെട്ടെന്ന് ദിവസം പ്രതികൂലമായ സിനിമയിൽ വന്ന് ഞങ്ങളൊക്കെ ഞെട്ടിച്ച ഒരു കഥാപാത്രമുണ്ട്. അപ്പം സ്ട്രഗ്ലിംഗ് ഉണ്ട് സിനിമയിൽ. എല്ലാവരും ആഗ്രഹം ഉണ്ടാവും സിനിമയിൽ, കാരണം ഇന്ന ക്യാരക്ടേഴ്സ് ചെയ്യണം, ഇന്ന പോലെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യണം. ഇപ്പൊ അത് ആലോചിക്കും എങ്ങനെയുണ്ട് ആളുകൾ? ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഹൃദയപൂർവ്വത്തിൽ വന്നത്. കാരണം ഞാൻ ഒരു 7 വർഷത്തിന് മേളിലായി ഞാൻ അളിയൻസ് എന്ന് പറഞ്ഞൊരു സിറ്റ്കോം ചെയ്യുന്നത്. ആദ്യം അമൃത TV-യിൽ 503 എപ്പിസോഡായപ്പോൾ അവരത് സ്റ്റോപ്പ് ചെയ്ത്, പിന്നെ കൗമുദിയിൽ ഇപ്പം 1200 എപ്പിസോഡായി. അപ്പം അളിയൻസിൻ്റെ ഭയങ്കര വലിയൊരു ആരാധകനാണ് സത്യൻ അന്തിക്കാട്. അപ്പം അങ്ങനെ അളിയൻസ് കണ്ടിട്ടാണ് എന്നെ ആ ക്യാരക്ടറിലോട്ട് സത്യൻ സാർ എന്നെ വിളിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ സാറിന് എൻ്റെ പേര് പോലും അറിയില്ല. എൻ്റെ ക്യാരക്ടർ ലില്ലി എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ആ പേരാണ് സാർ ആദ്യമേ എന്നെ വിളിച്ചത്. അപ്പം സാർ അപ്പോഴും എന്നെ വിളിച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞത്, നിങ്ങളെയൊക്കെ വിളിക്കുമ്പം എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടാവണ്ടേ എന്ന് പറഞ്ഞു. അപ്പം സാർ എന്നിട്ട് ഫുൾ സ്റ്റോറി എനിക്ക് പറഞ്ഞു തന്ന് 3 സീനാണുള്ളത്, ഫുൾ വീഡിയോ കോളാണ്. അപ്പോൾ വീഡിയോ കോളിലാണെന്ന് വിചാരിച്ചിട്ട് സൗമ്യ വിഷമിക്കരുത്. അപ്പോൾ എനിക്കും ഒരു വിഷമവും ഇല്ല. കാരണം സത്യൻ അന്തിക്കാട് പോലത്തെ ഒരു ആളുടെ ഒരു പടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായ പോലും എനിക്ക് സന്തോഷമാണ് സാറേ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അഭിനയിച്ചപ്പോഴും എനിക്ക് അതിൻ്റെ ഒരു എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ഞാൻ ലാലേട്ടനെ കണ്ടിട്ടില്ല ആ സിനിമയിൽ. ഞാൻ വീഡിയോ കോളിലാണ് അഭിനയിക്കുന്നത്. പക്ഷേ ഏറ്റവും നമുക്കൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും നമ്മൾ നമ്മുടെ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പം ഇവരൊക്കെ മോണിറ്ററൊക്കെ ആയിരിക്കുമല്ലോ, അവിടെയൊക്കെ ആയിരിക്കുമല്ലോ ഡയറക്ടേഴ്സ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ സത്യനന്ദിക്കാണ്ട് ഇവിടെ ഇത്ര നിങ്ങൾ ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ സാർ ഇങ്ങനെ എൻ്റെ ഫേസിൽ നോക്കിയാണ് ഇരിക്കുന്നത്. ഫോണിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പം ഞാനിങ്ങനെ ഓരോ ഷൂട്ട് കഴിയുമ്പോഴും ഞാൻ ചെന്ന് ചോദിക്കും, മതിയോ ഇങ്ങനെ മതി ഇത് മതി. അത്രയും ഇങ്ങനെ എനിക്ക് ഏറ്റവും ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചപ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയ സാർ ഇങ്ങനെ എത്ര അടുത്തിരുന്ന് നമ്മളിങ്ങനെ നോക്കുന്നത്, നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നത്. അപ്പോൾ ആ 3 സീൻ ഇപ്പോൾ എന്നിട്ടും എനിക്ക് അത്ര വലിയ അഭിനയിച്ച് കഴിഞ്ഞിട്ട് പോലും എനിക്ക് അത്ര ഒരു സിനിമ ഇറങ്ങിക്കഴിയുമ്പം അങ്ങനെ വലിയതാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല സീരിയസ്ലി. പക്ഷേ ട്രെയിലർ എനിക്ക് സാർ തന്നെയാണ് അയച്ചു തന്നത്. ട്രെയിലർ അയച്ചത് ഞാൻ അളിയൻസിൻ്റെ ലൊക്കേഷനിലായിരുന്നു. ഞാൻ ആരും കാണാതെ ഞാൻ പോയി ഒരു മൂലക്ക് പോകുന്നത് ഇങ്ങനെ ട്രെയിലർ നോക്കി ഇങ്ങനെ കുറച്ചിങ്ങനെ സീൻ കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടപ്പോൾ ഞാൻ അറിയാതെ ഇങ്ങനെ കരഞ്ഞിട്ട് ഞാനൊരു വോയിസ് മെസ്സേജ് ഇട്ടു. ഞാൻ വിചാരിച്ചില്ല സാറേ എന്നിട്ട്. പിന്നെയാണ് ഞാൻ ഷൂട്ടിംഗ് സ്ഥലത്ത് കൊണ്ട് ഓരോരുത്തരെ ഇങ്ങനെ കാണിച്ച് ഞാനുണ്ട് ട്രെയിലറിലെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോമഡിയും അതുപോലെ കോമഡി ഷോയിലൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഐഡൻറ്റിറ്റി ഇല്ല. നമ്മൾ ചിലപ്പോൾ നേഴ്സാവും, ഡോക്ടറാവും, നമുക്ക് അങ്ങനെ എല്ലാ റോളുകളും നമുക്ക് ചെയ്യാം. പക്ഷേ അളിയൻസ് പോലത്തെ ഇതിൽ വന്നൊരു സിറ്റ്കോമിൽ അഭിനയിച്ച് കഴിയുമ്പോഴാണ് എനിക്കൊരു പേര് അവിടെ വന്നത്. ലില്ലി എന്ന് പറഞ്ഞിട്ട് പേര് വന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ ലില്ലി എന്ന് നമ്മുടെ ക്യാരക്ടർ പറഞ്ഞ് വിളിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഹൃദയപൂർവ്വത്തിന് ശേഷം അതിനോടൊപ്പം തന്നെ ഒളിച്ചുകൂടിയ രജനിയല്ലേ എന്ന് വിളിക്കും. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പാപ്പച്ചൻ ഒളിവിലാണ്, നുണക്കുഴി, ജിത്തുജോസൻ, അങ്ങനെ കുറച്ച് സിനിമകളിൽ മാത്രം അഭിനയിച്ചതാണ്. കാരണം പിന്നെ എനിക്ക് ഒരുപാട് ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് അങ്ങനെ നേരത്തെ ചോദിച്ച പോലെ ഞാൻ അങ്ങനെ അലഞ്ഞിട്ടില്ല. കാരണം അത് നമുക്കത് ഇതായിട്ടല്ല. നമുക്കൊരു മാസത്തിലൊരു 15 ദിവസം അളിയൻസ് ഉണ്ട്. അപ്പോൾ എനിക്കൊരു മോനുണ്ട്. അപ്പോൾ 15 ദിവസം അവനെ ഇട്ടിട്ട് എനിക്ക് തിരുവനന്തപുരത്ത് പോയി നിൽക്കണം. പിന്നെ ബാക്കിയുള്ള ദിവസം കോമഡി ഷോ ഉണ്ട്, പിന്നെ ഇതുപോലുള്ള നമുക്ക് സിനിമകൾ വരുന്നുണ്ട്. അപ്പം ഞാനിതിൽ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല. ഹൃദയപൂർവ്വം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇനി അങ്ങനെ പാടില്ല. നമ്മൾ ഇതിലേക്ക് കുറേ കൂടെ നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ നമ്മളിലേക്ക് വരുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം എനിക്ക് കിട്ടിയത് ഈ സിനിമ ഉൾപ്പെടെ എൻ്റെ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ഒരു ക്യാരക്ടർ റിലീസ് ചെയ്തു, അതേപോലെ ആളുകൾ തിരിച്ചറിയാൻ ചെറിയൊരു കാര്യമില്ല. ഇപ്പം ഒരുപാട് ബിസി ആകുമ്പോഴേക്കും നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് പഴമ എൻഗേജ് ആകാൻ പറ്റുന്ന വരത്തില്ല. അപ്പം ഈ ഹൃദയപൂർവ്വം ഇറങ്ങിയ ശേഷം പുതിയ സിനിമകളൊക്കെ വരുന്നു. പുതിയ സിനിമ സത്യൻ സാറിൻ്റെ മോൻ്റെ അഖിൽ സത്യൻ സാറിൻ്റെ നിവിൻ പോളിയുടെ ഒരു പടം ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മളുടെ ഈ പടം, പിന്നെ കംപ്ലീറ്റ് ഡ്രോണിലുള്ളൊരു സിനിമ ചെയ്തു. അത് ഒരു അവാർഡിന് വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണ്. ഫുൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഡ്രോണിലാണ്. അത് നമുക്കൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മണികണ്ഠൻ ആചാര്യ നായകനായിട്ടുള്ളൊരു പടം ചെയ്ത്.
പിന്നെ ഇനി അടുത്തത് ഷൂട്ട് ചെയ്യാനിരിക്കുന്നത് എനിക്കത് പറയാൻ തന്നെ പേടിയാണ്. കാരണം ദൃശ്യം 3-യിലാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. പക്ഷെ അതിങ്ങനെ എനിക്കിങ്ങനെ ഡേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഡേറ്റ് പറഞ്ഞു, പിന്നെ ലാലേട്ടന് അവാർഡൊക്കെ കിട്ടി, അങ്ങനെ ആ ഡേറ്റ് ഒക്കെ മാറി. പിന്നെ ഇപ്പോൾ 1-ാം തീയതി പറഞ്ഞു, ആ ഡേറ്റ് മാറി. ഇനി എനിക്ക് പറഞ്ഞിരിക്കുന്നത് 18-ാം തീയതിയാണ്. അപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിനയിച്ചതിന് ശേഷമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് ഹൃദയപൂർവ്വം പോലും ഞാൻ ട്രെയിലറിലുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ എല്ലാവരോടും പറയാൻ തുടങ്ങി. കാരണം നമ്മൾ ഉണ്ടോ ഇല്ലോ ഒന്നും നമുക്ക് അറിയില്ലല്ലോ. നേരത്തെ ജയദേവൻ പറഞ്ഞ പോലെ ചെന്നിരുന്നിട്ട് നമ്മളില്ലെങ്കിൽ തീർന്നില്ല. അപ്പം അതുപോലെ ഇനി ദൃശ്യം 3-ആണ് ഇനി എനിക്ക് ഷൂട്ടുള്ളത്. അറിയില്ല, എനിക്ക് അതാണ് ആഗ്രഹം. എന്ന് വെച്ചാൽ ഉറപ്പായിട്ട് ഞാൻ എല്ലായിടത്തും പോയി പറയും, ഞാൻ ശരിക്കും ലാലേട്ടൻ ഇല്ലാതെയാണ് ഞാൻ അഭിനയിച്ചത് വീഡിയോ കോളിൽ. പക്ഷെ ഉറപ്പായിട്ട് ലാലേട്ടൻ എന്നെ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് പ്രാവശ്യം എന്നെ കണ്ടിട്ടുണ്ടാവും. കാരണം ഞാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന്റെ കറക്റ്റ് ആണ് ലാലേട്ടൻ തിരിച്ച് എക്സ്പ്രഷൻ ഇട്ടേക്കുന്നത്. അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും എന്നെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇനി ദൃശ്യം 3-യിൽ അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഒരുപാട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കേൾക്കുമ്പോൾ ഇത് ഞാൻ ചെയ്യണം, ഇത് ചെയ്ത് പെർഫെക്റ്റ് ആവുമോ, ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും, ഇത് ചെയ്ത എത്രത്തോളം ആളുകൾക്ക് എത്തും എന്നൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എപ്പോഴും ഒരു ഗ്രാഫിക് ചെയ്യുന്നുണ്ടാകും. ഇതിലെ കഥാപാത്രം എത്രത്തോളം ഉണ്ടാകും? അതിന് മുന്നേ ചേച്ചിയുടെ എന്നോട് പറയുന്നത് നല്ല രസമുണ്ട് ചേച്ചി സംസാരിക്കുന്നത് കേൾക്കാനായിട്ട്. ഞാനതിങ്ങനെ കേട്ട് അതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നു. ഓരോ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഓർമ്മകളും സന്തോഷങ്ങളും ഒക്കെയാണ്. ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു. ജൂനിയർ ജേർണിയിലേക്ക് വരുമ്പോൾ ചേട്ടനിപ്പം ചോദിച്ചതുപോലെ തന്നെ നമുക്കങ്ങനെ ഒരുപാട് ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു അങ്ങനെ വേണോ വേണ്ടയോ എന്നങ്ങനെ ഒന്നും കൂടെ എടുത്ത് ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നില്ല. കാരണം നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, അതായത് വളരെ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരുന്നിട്ടുള്ള ക്യാരക്ടറായിരുന്നു. അങ്ങനെ വരുമ്പോഴാണോ നമ്മൾ ഒന്നുകൂടി ചിന്തിക്കുക, നമ്മളെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഇത് ചെയ്യണോ, എടുക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തരത്തിലേക്ക് വരില്ല എന്നുള്ളത് വരുന്നത്. പക്ഷേ ജൂനിയേഴ്സ് തന്നെ അങ്ങനെ ആയിരുന്നില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ട് കഥ കേൾക്കുമ്പോഴായാലും ഷൂട്ടിങ് നടക്കുന്ന സമയത്തായാലും ഒക്കെ അങ്ങനെ തന്നെ ചെയ്ത് തീർത്ത ഒരു സിനിമയാണ്. അതുകൊണ്ട് അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ ന്യൂസ് വഴിയൊക്കെ കണ്ടുള്ള അറിവാണ് എനിക്കുള്ളത്. അപ്പം അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ട് സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. നമുക്ക് അറിവില്ലാത്തൊരു കാര്യത്തിനെ പറ്റി അങ്ങനെ സംസാരിക്കണം. പിന്നെ ഈ പറയുന്നത് പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടായി, അപ്പം നമ്മളത് അഡ്രസ്സ് ചെയ്തു. ഇനി ജൂറിസിൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു മറുപടി വരാതിരിക്കില്ല. അതെന്തായാലും അവരുടെയും കൂടെ അഭിപ്രായം നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഒരഭിപ്രായം പറയുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. മീനാക്ഷി കഴിഞ്ഞ ദിവസം ശാസ്ത്രബോധത്തെ പറ്റി പറഞ്ഞൊരു ഇന്റർവ്യൂവിൻ്റെ അടിയിൽ വന്നൊരു കമന്റ് ഇങ്ങനെയായിരുന്നു: യുക്തിബോധമില്ലാത്ത ന്യൂജൻ വീടുകൾക്കിടയിൽ വേറിട്ടൊരു ചിന്താഗതിയുള്ളൊരു കുട്ടി. അതൊരു വലിയ പ്രതീക്ഷയാണ് നടന്നിരുന്നത്. ശരിക്കും മീനാക്ഷിക്ക് ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ നൽകുന്നത് വായനകളിൽ നിന്നാണ്. ഇത്തരത്തിലുള്ള അറിവ് എല്ലാവർക്കും, നിങ്ങൾ ഓരോരുത്തർക്കും എവിടെ നിന്ന് വേണമെങ്കിൽ കിട്ടാവുന്നതാണ്. പിന്നെ നമ്മളത് തിരഞ്ഞെടുക്കുന്ന വഴി വ്യത്യസ്തമാണ് എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ പല ആൾക്കാരും പറഞ്ഞു കേട്ട കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവാം. ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. എപ്പോഴും പുതിയ പുതിയ കാര്യത്തെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു വിഷയത്തെ പറ്റി കേൾക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി തപ്പി നടക്കുമല്ലോ, ഇതെന്താണ്, എങ്ങനെയാണ് എന്നുള്ളത്. അങ്ങനെ തപ്പി കണ്ടുപിടിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് എവിടെ നിന്നും കിട്ടുന്നതല്ല.